ഹായ്, ഐ എം സന വിത്ത് മാപ്സ്റ്റിക് എക്സ്പ്ലെയിൻ. ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും കോക്രോച്ച് ജനതാ പാർട്ടിനെ പറ്റിയിട്ട്. അത് ശരിക്കും എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ മീംസിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂത്തുകളുടെ ഇടയിലൊക്കെ ട്രെൻഡിങ് ആയ ഈ കോക്രോച്ച് ജനതാ പാർട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കോക്രോച്ചസ്, വൺ വേർഡ്, അതോടെ ഇന്റർനെറ്റ് എക്സ്പ്ലോർഡ് ആയി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഒരു കോൺട്രവേഴ്സ്യൽ റിമാർക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഹ്യൂജ് ബാക്ക്ലാഷ് ക്രിയേറ്റ് ചെയ്തത്. There are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some have become another activists, and they start attacking everyone. There are already parasites in society who attack you people. Who attack the system, and you want to join hands with them. ഇതോടെ നമ്മുടെ യൂത്തുകൾക്ക് ഭയങ്കര ഇൻസൾട്ടഡ് ആയി അല്ലെങ്കിൽ സൈഡ് ലൈൻഡ് ആയ ഒരു ഫീല് വന്നു. പക്ഷെ അവർ സൈലന്റ് ആയിരിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു, അതൊക്കെ മീമാക്കി, സർക്കാസ്റ്റിക് ആക്കി, അതോടെ ഒരു പാർട്ടി തന്നെ ഫോം ചെയ്തു. അതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് അഭിജിത് ദിപ്കയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഒരു ട്രോള് പോലെ തോന്നിയെങ്കിലും പിന്നീട് അത് അങ്ങോട്ട് ഭയങ്കര വൈറലായി. ഒരുപാട് പേര് ഇതിന്റെ പേരിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി, AI പോസ്റ്റേഴ്സ് ഇറക്കി, മീംസ് വന്നു. മൊത്തത്തിൽ ഒരുപാട് അതിന്റെ പിറകെ ആയിട്ട് ഓരോ പോസ്റ്ററുകളായിട്ട് വന്നു തുടങ്ങി. പിന്നെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വെബ്സൈറ്റ് വന്നു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വന്നു, മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആണ് ഇതിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്തത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അണ്ടറിൽ വന്ന മാനിഫെസ്റ്റോസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെന്ന് വെച്ചാല് ഏതെങ്കിലും ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആയി കഴിഞ്ഞാല് അവര് പിന്നെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻസും ഹോൾഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെന്ന് വെച്ചാല് 50% ഓഫ് വിമൻ റിസർവേഷൻ ഫോർ വിമൻ, ലൈക്ക് പാർലമെന്റിൽ 50% റിസർവേഷൻ വിമന് ലഭിക്കണം. മൂന്നാമത്തെന്ന് വെച്ചാല് ഏതെങ്കിലും ലെജിറ്റ് വോട്ട് റിമൂവ് ആക്കപ്പെടുക അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയാൽ the chief election commissioner should face strict action under UAPA. അടുത്തതെന്ന് വെച്ചാൽ ഏതെങ്കിലും ലാർജ് കോർപ്പറേറ്റ്സ് മീഡിയ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് മീഡിയ എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റത്തെന്ന് വെച്ചാൽ ഏതെങ്കിലും MPസോ MLAസോ അവരുടെ പാർട്ടി മാറുകയാണെങ്കിലും അവർക്ക് 20 years ബാൻ കൊണ്ടുവരണം. ലൈക്ക് ഏതെങ്കിലും അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും പറ്റാതെ 20 years ബാൻ കൊണ്ടുവരണം. അപ്പൊ ഇതാണ് ഇവര് ഇറക്കിയ മാനിഫെസ്റ്റോസ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു ഇങ്ങനൊരു റിമാർക്ക് കൊണ്ടുവന്നത്. ലൈക്ക് നമ്മുടെ യൂത്തിനെ കോക്രോച്ചസ് ആയി കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സ്യൽ റിമാർക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു. ലൈക്ക് അങ്ങനെ മൊത്തം യൂത്തിനെല്ലാം ഉദ്ദേശിച്ചത് യൂത്ത്സ് ആർ പില്ലേഴ്സ് ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്തു. പക്ഷെ എന്തെന്നാലും നമ്മുടെ ഇന്റർനെറ്റ് ആണ് ഒരു കാര്യം വൈറലായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അതാണിപ്പോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ ഒരു എക്സാമ്പിൾ ആണ് അതിന്റെ. ലൈക്ക് എന്താണ് സംഭവിക്കുക, എല്ലാ യൂത്തുകളും ഒരുമിച്ച് വന്നാൽ വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ഈ ഒരു പാർട്ടി നമുക്ക് കാണിക്കുന്നത്. സോ ഒരു ഓവർനൈറ്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നു, ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തു. ഈവൻ തോ ഇതൊരു ഇലക്ഷൻ കമ്മീഷൻ അപ്രൂവ് ചെയ്തതൊന്നുമല്ല, എന്നാലും ഒരു പാർട്ടി ഫോം ചെയ്തു. അങ്ങനെ ഒരു മൂവ്മെന്റ് പോലെ അത് മാറിയിരിക്കുവാണ്.